നമ്മളിൽ പലരും മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഡാറ്റ വഴിയാണ്. മൊബൈൽ ഡാറ്റയ്ക്ക് പലപ്പോഴും ഒരു യൂസേജ് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു നിശ്ചിത MB ലിമിറ്റിനുള്ളിൽ നിന്ന് വേണം നമ്മുടെ ഇൻ്റർനെറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാൻ. നമ്മൾ ഒരു മാസത്തേക്കൊക്കെ ഉള്ള ചില മൊബൈൽ ഡാറ്റ പാക്കുകളായിരിക്കും സാധാരണ നമ്മൾ റീചാർജ് ചെയ്യാറ്. എന്നാൽ പലപ്പോഴും ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റയിൽ MB തീരുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. മൊബൈൽ ഡാറ്റയുടെ ഉപഭോഗം 50% വരെ കുറയ്ക്കാനുള്ള 8 സൂത്രപ്പണികളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ നമ്മൾ പോലും അറിയാതെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് സാധാരണയായി അപ്ഡേറ്റ് ആകാറുണ്ട്. ഇത് ഒഴിവാക്കിയാൽ തന്നെ നല്ലൊരു ശതമാനം ഡാറ്റ ഉപഭോഗം കുറയ്ക്കാനാകും. ഇതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇടത് സൈഡിൽ മുകളിലായിട്ട് 3 ലൈൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ആട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ഡു നോട്ട് ആട്ടോ അപ്ഡേറ്റ് ആപ്സ്, അതായത് നമ്മുടെ അറിവില്ലാതെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട, ഈ ഓപ്ഷൻ കൊടുക്കാം. അതല്ല എങ്കിൽ അവസാനത്തെ ഓപ്ഷനായ ആട്ടോ അപ്ഡേറ്റ് ആപ്സ് ഓവർ വൈഫൈ ഉള്ളി, അതായത് നമ്മുടെ മൊബൈൽ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒന്നാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാൽ മതി. രണ്ടാമത്തെ ഓപ്ഷനായ ആട്ടോ അപ്ഡേറ്റ് ആപ്സ് അറ്റ് എനി ടൈം, ഏത് സമയത്തും, അതായത് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്താലും അപ്ഡേറ്റ് ചെയ്യണമെന്ന ഓപ്ഷൻ ഒരു കാരണവശാലും സെലക്ട് ചെയ്യാതിരിക്കുക. അടുത്തതായി, ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് ഏറ്റവും താഴെ എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഫോണിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് ഈ ഓപ്ഷൻ എടുക്കുന്ന വിധം വ്യത്യാസപ്പെട്ടിരിക്കാം. എങ്കിലും എടുക്കേണ്ടത് സെറ്റിങ്സിലെ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ആട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നു. ആ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതായത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി വൈഫൈ ഉള്ളി, ആ വൈഫൈ ഉള്ളി എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകണ്ട. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ആട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് മാർക്ക് കിടന്നിരുന്നെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റായി നമ്മുടെ മൊബൈലിലെ MB പെട്ടെന്ന് നമ്മളറിയാതെ തന്നെ തീരാൻ അതും കാരണമായേനെ. അടുത്തതായി, ഇതുപോലെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ടാബായ നോക്കി കണക്ഷൻസ് എന്ന് എഴുതിയിരിക്കുന്ന ടാബ്, ആദ്യത്തെ ഇത് ഫോൺ വ്യത്യാസം വരുന്നതനുസരിച്ച് ഇത് മാറും. കണക്ഷൻസിൽ ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്നത് ഡേറ്റ യൂസേജ്, നമ്മുടെ മൊബൈലിൽ എത്രത്തോളം ഡേറ്റ യൂസ് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഓപ്ഷനാണ് ഇത്, ഡേറ്റ യൂസേജ്. ഈ ഡേറ്റ യൂസേജ് എന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ഫോണിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് എടുക്കുന്ന രീതി വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കാനായിട്ട്, ഇപ്പോൾ ഈ ഫോണിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഇടത് സൈഡിലെ താഴത്തെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സെറ്റിങ്സ്. ചില ഫോണുകളിൽ ഇവിടെ വലത് സൈഡിൽ 3 ഡോട്ടായിട്ടായിരിക്കും സെറ്റിങ്സ് ഓപ്ഷൻ കാണുക. എനിവേ, അപ്പം മൊബൈൽ ഡാറ്റ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തിരിക്കുക. ഇത് എന്താ നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും ബാക്ക്ഗ്രൗണ്ടിൽ ചില ആപ്ലിക്കേഷനുകൾക്കും മറ്റുമായിട്ട് സാധാരണഗതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്, സ്ലീപ്പ് മോഡിൽ ഇരിക്കുന്ന സമയത്തുമൊക്കെയുള്ള ഇൻ്റർനെറ്റ് ഉപഭോഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ തീർക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. എന്നാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പലർക്കും ആവില്ല. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ ഹെവി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഡേറ്റ നമ്മുടെ മൊബൈലിൽ നിന്നും ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫേസ്ബുക്കിന് പകരക്കാരനായി മിനി ഫോർ ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. MINI, മിനി ഫോർ FOR, മിനി ഫോർ ഫേസ്ബുക്ക് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അതിൻ്റെ ആദ്യം കാണുന്ന
ആപ്ലിക്കേഷൻ, മിനി ഫോർ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ മിനി ഫോർ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതാകെ 4 MB താഴെ മാത്രം സൈസുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്ക് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. കൂടാതെ ഫേസ്ബുക്കിലെ വീഡിയോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഓർക്കുക, വീഡിയോ, മ്യൂസിക് തുടങ്ങിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിന് പകരക്കാരനായി മിനി ഫോർ ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റ ഉപഭോഗം കുറയ്ക്കാവുന്നതാണ്. അടുത്തതായി, വാട്സപ്പ് ഉപയോഗിക്കുന്നതോട് കൊണ്ട് ഒരുപാട് ഡേറ്റ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഇവിടെ ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആദ്യം കാണുന്നൊരു ഓപ്ഷൻ നോക്കി, വെൻ യൂസിങ് മൊബൈൽ ഡേറ്റ, അതായത് നമ്മൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം, ഓഡിയോ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം, വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 ടിക്ക് ഓപ്ഷൻ എടുത്ത് ഈ ടിക്ക് മാർക്കുകൾ ഒഴിവാക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതായത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ നോ മീഡിയ, അതായത് നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള മീഡിയയും ഡൗൺലോഡ് ചെയ്യേണ്ട എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിരുന്നാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുമെങ്കിലും അത് ഡൗൺലോഡ് ആകില്ല. നമുക്ക് അവ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് മൊബൈൽ ഡേറ്റയുടെ ഉപഭോഗം വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ നോക്കി, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ 4 ടിക്ക് മാർക്കും ഉണ്ടായിരിക്കണം. അതായത് വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ, ഫ്രീ വൈഫൈയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ വാട്സപ്പിൽ ഇത്തരം പിക്ചറുകളും വീഡിയോയും ഓഡിയോയും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മൊബൈൽ ഡേറ്റയിൽ ഈ 4 ടിക്കുകളും ഒഴിവാക്കുക. അടുത്തതായി, യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ധാരാളം മൊബൈൽ ഡേറ്റ സാധാരണയായി നമുക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് ഒഴിവാക്കാനായി നമ്മൾ യൂട്യൂബിലെ ഏതെങ്കിലും വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്തതിന് ശേഷം യൂട്യൂബിലെ വീഡിയോകൾ ഇതുപോലെ പ്ലേ ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കി, ഇവിടെ നമ്മുടെ വീഡിയോയുടെ റെസൊല്യൂഷൻ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ 240 പിക്സൽ ആണ് കാണിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് കൊടുക്കാം. ഇപ്പോൾ 140 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന വീഡിയോ കാണാനായി അത്രയും ഡേറ്റ ഉപയോഗിക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാണുന്ന വാല്യൂ കുറച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഡേറ്റ ഉപഭോഗം നിയന്ത്രിക്കാവുന്നതാണ്. പക്ഷേ ഒന്ന് ഓർക്കുക, ഇവിടുത്തെ റെസൊല്യൂഷൻ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റെസൊല്യൂഷൻ കുറച്ച് കൊടുക്കുന്നതോടുകൂടി നമ്മൾ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും കുറയുന്നുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും കുറയുകയാണ്. അങ്ങനെ നമ്മൾ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ ഉപഭോഗം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ. അടുത്തതായി, നമ്മൾ മൊബൈലിൽ ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ നോക്കി ഡേറ്റ സേവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിരിക്കുക. ഇങ്ങനെ ഓൺ ചെയ്തിടുന്നത് കൊണ്ട് നമ്മൾ ഗൂഗിൾ ക്രോം വഴി ബ്രൗസ് ചെയ്യുമ്പോൾ, ഓരോ വെബ്സൈറ്റും മറ്റും ഓപ്പൺ ചെയ്യുമ്പോൾ ഡേറ്റ പരമാവധി കംപ്രസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൊബൈൽ ഡേറ്റ ഉപഭോഗം നല്ലൊരു പങ്കും കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് മറ്റൊരു കാര്യം, അടുത്തതായി നമ്മുടെ ഫോണിൽ ഇതുപോലെ സാംസങ് ഫോണാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ഓഫ് ചെയ്തിട്ടിരിക്കുക. എന്താണ് നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സും ചിത്രങ്ങളും ഒക്കെ ഓൺലൈനിലേക്ക് കൂടെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടുന്നതോടുകൂടി തന്നെ നമുക്ക് മൊബൈലിലെ ഡേറ്റ ഉപഭോഗം വളരെയധികം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്യുന്ന കോണ്ടാക്ട്സ് ഒക്കെ നമ്മളിങ്ങനെ സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് സ്റ്റോർ ആകാതിരിക്കും. നമ്മൾ സിങ്ക് ഓൺ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നെറ്റിലേക്ക് കൂടെ അപ്ലോഡ് ചെയ്യുകയും നമ്മുടെ മൊബൈലിൽ നിന്ന് ഈ കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ടാലും നമുക്കത് ഓൺലൈനിൽ നിന്ന് ജിമെയിലിൽ നിന്ന് നമുക്കത് പിന്നീട് റിട്രീവ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ കോൺടാക്ട്സോ മറ്റോ നഷ്ടപ്പെട്ടാൽ പിന്നീട് അവ തിരിച്ചെടുക്കാൻ സാധ്യമല്ലാതെ വരും. പക്ഷേ ഇതിനൊരു പോംവഴിയായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വൈഫൈയിൽ മറ്റും കണക്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഈ സിങ്ക് ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ കോൺടാക്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിലേക്ക് സിങ്ക് ആവും. അല്ലാത്ത സമയങ്ങളിൽ സിങ്ക്, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടുക. ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപഭോഗം ഏകദേശം 50% തന്നെ കുറയ്ക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ youtube.com/jayarajgnath എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.